അങ്ങനെ ഇന്ന് എന്റെ ബാക്കിൽ കാണുന്ന ഈ റൂം പിൻട്രസ്റ്റിൽ കാണുന്ന പോലെ ഈ റൂം സ്റ്റൈലാക്കി മാറ്റാൻ പോവുകയാണ്. അപ്പൊ ഇതാണ് എന്റെ പാർട്ട് 1 വീഡിയോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൂം മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നതാണ്. അങ്ങനെ ആദ്യം തന്നെ റൂമിന്റെ അകത്തുനിന്ന് പഴയ ടേബിൾ പുറത്തിട്ട് കണ്ട് അതിന്റെ അകത്തുനിന്ന് സ്റ്റിക്കർ വർക്കുകളൊക്കെ സോപ്പ് സൊല്യൂഷൻ വെച്ച് കണ്ടെന്ന് പൊതിരാൻ വെച്ചു. അതിനുശേഷം നല്ല സാൻഡ് പേപ്പർ വെച്ച് കണ്ട് സാൻഡ് ചെയ്ത് കണ്ട് ആ ഒരു ഭാഗം ക്ലീൻ ആക്കി എടുത്തു. പിന്നെ ബാക്കി ഭാഗം സാൻഡിങ്ങിന് ശേഷം അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ പെയിന്റ് ചെയ്യുകയാണ്. ഇതിനുണ്ട് ഒരു ബ്ലാക്ക് പെയിന്റും അതേപോലെ തന്നെ കുറച്ച് മണ്ണെണ്ണ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ടേബിൾ ഫുള്ളായി പെയിന്റ് ചെയ്ത ശേഷം ഇങ്ങനെ ടേബിൾ നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തു. അങ്ങനെ നമ്മൾ ടേബിളിലൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ PC യോട് വെക്കാം. ഒരു ഇച്ചിരി മല്ലിക്കിന് ശേഷം ആ ഒരു PC പുറത്തോട്ട് കിട്ടിയിട്ടുണ്ട്. പെട്ടിന്റെ വളരെ ടൈറ്റ് ചെയ്യുന്നത് ഇപ്പൊ നിലത്തിട്ട് പൊട്ടിച്ചിന്ന്. അങ്ങനെ പിന്നെ PC പുറത്തേക്ക് എടുത്ത് PC യോട് വെച്ച് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മോണിറ്റർ ആണ്. മോണിറ്റർ ഇവിടെ ഉപയോഗിക്കുന്ന സാംസങ്ങിന്റെ ഒരു 22 ഇഞ്ചിന്റെ മോണിറ്റർ ആണ്. പിന്നെ ലിങ്ക് ഒക്കെ വേണ്ടവർ ഈ ഒരു വീഡിയോന്റെ മുകളിൽ തന്നെ കാണും ലിങ്ക്. അതിൽ ക്ലിക്ക് ചെയ്താണ്ട് ഈ ഒരു വീഡിയോയിൽ കാണിച്ച ഒരുവിധ പ്രോഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ചെറുതായി അവിടെ ഇവിടെ ഒന്ന് സ്ക്രൂ അടിച്ചപ്പോഴത്തേക്കും നമ്മുടെ PC ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് വയറിംഗ് ആണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പാർട്ട്. വയറിംഗ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം, കാരണം അതിന് ഇത്തിരി പേഷ്യൻസ് ഒക്കെ വേണം. നിങ്ങൾക്കും എനിക്കും ഇല്ലാത്ത സാധനം. പിന്നെ അടുത്തേക്കാണ് കീബോർഡ് വെച്ച് ലോജിടെക്കിന്റെ ഒരു കീബോർഡ് ആണ്. മൗസും കീബോർഡിൽ ഒരു കോംബോ ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ആയിക്കാണ്ട് നമ്മളെ PS4 പ്രോയും വെച്ച് ഇതൊക്കെയാണ് ഗൾഫ് പോയി പാക്കേജ് ചെയ്ത് പൊടി കയറാതൊക്കെ വേണ്ടി അതാണ് നമ്മൾ ഇപ്പോൾ അൺബോക്സ് ചെയ്ത് വെച്ചോണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ PC യുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ PC യുടെ ലുക്ക് കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് കുറച്ച് ലൈറ്റിങ്ങിന്റെ കുറവുണ്ട്. അത് നമ്മൾ പാർട്ട് 2 ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസോ സജഷൻ ഉണ്ടെങ്കിൽ അടി കമന്റ് ചെയ്യുക. പിന്നെ ഈ ഒരു സീരീസിന്റെ ഭാഗമാകാൻ വേണ്ടി ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ഫോളോ ചെയ്തൊക്കെ മറക്കേണ്ട. എല്ലാം നമ്മൾ പിന്നെ കാണാം. പിന്നെ ഫോണൊക്കെ ലൈക്കും ചെയ്ത് വെച്ചിരിക്കുന്നേ. അപ്പൊ ശരി, നമുക്ക് പാർട്ട് 2 കാണാം.